ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലത്തെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആർട്ട്, ഹെൽത്ത്, ഫിസിക്കൽ ആൻഡ് വർക്ക് എഡ്യൂക്കേഷന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നാളെ കൂട്ടുകാർക്ക് എക്സാം ആണ്. അപ്പൊ ഇതിനു മുന്നേ നമ്മൾ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആർട്ടിന്റെ, ഹെൽത്തിന്റെ, ഫിസിക്കലിന്റെ ഒക്കെ സെപ്പറേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആർട്ട് എഡ്യൂക്കേഷൻ നോക്കി നോക്കാം ആദ്യം. എന്താ ആർട്ട് എഡ്യൂക്കേഷനിലെ ആദ്യത്തെ ചോദ്യം, റൈറ്റ് എനി ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്യൂപ്പറ്റ്സ്. ഏതെങ്കിലും 4 തരത്തിലുള്ള പാവകളുടെ പേര് എഴുതുക. അപ്പൊ ഏതൊക്കെ എഴുതാൻ പറ്റും? റോഡ് പ്യൂപ്പറ്റ്, ഫിംഗർ പ്യൂപ്പറ്റ്, ഗ്ലോവ് പ്യൂപ്പറ്റ്, സ്ട്രിംഗ് പ്യൂപ്പറ്റ് അഥവാ വടിപ്പാവ, വിരൽപ്പാവ, കയ്യുറപ്പാവ, നൂൽപ്പാവ. ഓക്കെ, അപ്പൊ ഇത് മലയാളം മീഡിയക്കാർക്കും അതുപോലെ ഇംഗ്ലീഷ് മീഡിയംകാർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. റൈറ്റ് ഡൗൺ സം ചെക്ക്ലിസ്റ്റ് ഫോർ ദ പ്യൂപ്പറ്റ് ഷോ. പാവക്കളിയുടെ അവതരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? The pupil player should put on the pupil characters on his or her hand or fingers or dangle them from a string. The pupil players should be hidden behind the curtain and only the pupil characters should be visible to the audience. Usually, it is the pupil player who delivers the dialogue. While presenting different characters, the voice and tone should be changed to suit each character. നമുക്ക് അതിന്റെ മലയാളം മീഡിയം നോക്കാം. തിരശീലക്ക് മറയിലിരുന്ന് പാവകളെ കയ്യിൽ ഉറപ്പിച്ച് പുറത്തേക്ക് കാണത്തക്ക വിധമാണ് രംഗത്ത് പാവക്കളി അവതരിപ്പിക്കേണ്ടത്. പാവുകൾ കൈകാര്യം ചെയ്യുന്നത് തന്നെയാണ് സാധാരണ കഥാപാത്രങ്ങളെ സംഭാഷണവും അവതരിപ്പിക്കാറുള്ളത്. ഒരാൾ ഒന്നിൽ കൂടുതൽ പാവകളെ കൈകാര്യം ചെയ്യുമ്പോൾ ഓരോ കഥാപാത്രത്തിന്റെ സംഭാഷണത്തിനും ശബ്ദത്തിനും വ്യത്യസ്തത പുലർത്തണം. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ആർ ദ മെയിൻ ടെക്നിക്സ് ഓഫ് കളരിപ്പയറ്റ്? കളരിപ്പയറ്റിലെ പ്രധാന പരിശീലന മുറകൾ എന്തൊക്കെയാണ്? നമുക്ക് ആൻസർ നോക്കി നോക്കാം. എന്തൊക്കെയാണ്? വണക്കം, മെയ് അഭ്യാസം, മെയ്തരി, കോൽത്തരി, അങ്കതരി ആൻഡ് വെറും കൈ. എന്തൊക്കെയാണ്? വണക്കങ്ങൾ, മെയ്യടവുകൾ, മെയ്പറ്റുകൾ, കോൽത്തരി, അങ്കത്തരി, വെറും കൈ. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. ഡാഷ് ഈസ് an important instrument in ഹിന്ദുസ്ഥാനി മ്യൂസിക് സ്ട്രീം. അതായത് ഹിന്ദുസ്ഥാനി സംഗീത ശാഖയിൽ പ്രധാനപ്പെട്ട സുഷിര വാദ്യോപകരണമാണ് എന്താണ്? ഷഹനായി. എന്താണ്? ഷഹനായി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ആർമേച്ചർ? എന്താണ് ആർമേച്ചർ? ആർമേച്ചർ ഈസ് എ ഫ്രെയിംവർക്ക് around which a sculpture is built so as to give it shape and strength. Usually, wood, metal, wire or other materials are tied or welded together to make the armature. അപ്പൊ എന്താണ് ആർമേച്ചർ എന്ന് പറഞ്ഞേ? ഒരു ശില്പം നിർമ്മിക്കുമ്പോൾ അതിന്റെ ആകൃതിക്കനുസരിച്ച് തടിയിലോ കമ്പിയിലോ മറ്റു വസ്തുക്കൾ ഉപയോഗിച്ചോ കെട്ടിവെച്ചോ വെൽഡ് ചെയ്തോ ശില്പത്തിന്റെ ബലത്തിനായി നിർമ്മിക്കുന്ന രൂപമാണ് ആർമേച്ചർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ചോദ്യം. റൈറ്റ് എനി 2 important children's theatre troupes of Kerala. അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട കുട്ടികളുടെ ഏതെങ്കിലും 2 നാടക സംഘങ്ങളുടെ പേരെഴുതുക. അപ്പൊ എന്തൊക്കെ എഴുതാൻ പറ്റും? രംഗപ്രഭ തിരുവനന്തപുരം, സൺഡേ തിയേറ്റർ കാസർഗോഡ്. രംഗപ്രഭ തിരുവനന്തപുരം, സൺഡേ തിയേറ്റർ കാസർഗോഡ്. ഓക്കെ, ഇനി അതിലെ 7ാമത്തെ ചോദ്യം. വാട്ട് ഈസ് സ്റ്റോറി ബോർഡ്? സ്റ്റോറി ബോർഡ് എന്നാൽ എന്താണ്? A storyboard is a collection of sequential pictures that help us visualize each scene before we shoot it. അപ്പൊ എന്താണ്? ദൃശ്യം ചിത്രീകരിക്കുന്നതിന് സഹായകമായി വരുന്ന ചിത്രങ്ങളെയാണ് നമ്മൾ സ്റ്റോറി ബോർഡ് എന്ന് പറയുന്നത്. We can include instruction for the shoot in the storyboard. അപ്പൊ നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ എഴുതി ചേർക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് 8ാമത്തെ ചോദ്യം. റൈറ്റ് എ നോട്ട് അബൌട്ട് നവരസാസ്. നവരസങ്ങളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക.
അപ്പൊ നോക്കി നോക്കാം. Rasa, which literally means taste of flavors, is a traditional Indian term for the feeling experienced by the audience when they watch a performance. In our classical tradition, there are 9 important rasam called Navarasas: Shringara, Hasya, Karuna, Raudra, Veera, Bhayanaka, Bibhasta, Aptunga and Shanta. These are these Navarasas. അപ്പൊ എന്താ അപ്പൊ പറഞ്ഞത്? അഭിനയം കാണുമ്പോൾ കാഴ്ചക്കാർ അനുഭവിക്കുന്ന അനുഭൂതിയെയാണ് രസം എന്ന് പറയുന്നത്. 9 പ്രധാന രസങ്ങൾ ആണുള്ളത്. അവയെ നവരസങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ 9 എണ്ണുണ്ട്. ഈ 9 എണ്ണത്തിനെയാണ് നമ്മൾ നവരസങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണ്? ശൃംഗാരം, ഹാസ്യം, കരുണം, രൗദ്രം, വീരം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം ഇവയാണ് നവരസങ്ങൾ. ഇനി എന്താണ് ഫോളി? വാട്ട് ഈസ് ഫോളി? എന്താണ് ഫോളി എന്ന് പറഞ്ഞാൽ എന്താണ്? Is the art of artificially creating sound in studio to suit a particular situation and a film. The professional who does this is called a Foley artist. അപ്പൊ എന്താണ്? സിനിമയുടെ കഥാസന്ദർഭത്തിനനുസരിച്ചുള്ള ശബ്ദങ്ങളെ കൃത്രിമമായ രീതിയിൽ സ്റ്റുഡിയോക്കുള്ളിൽ നിർമ്മിക്കുന്ന രീതിയെയാണ് ഫോളി എന്ന് പറയുന്നത്. ഇത് നിർമ്മിക്കുന്ന വ്യക്തിയെ ഫോളി ആർട്ടിസ്റ്റ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോക്കി നോക്കാം. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് എൻഗേജിങ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഡെയിലി? എന്താണ്? സ്ഥിരമായി കായിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇംപ്രൂവ്ഡ് ഹെൽത്ത്, അതായത് ആരോഗ്യം മെച്ചപ്പെടുന്നു. സ്ട്രോങ്ങർ മസിൽസ്, പേശികൾ ശക്തിയുള്ളതാകുന്നു. ബെറ്റർ ഫ്ലെക്സിബിലിറ്റി, അതെന്താണ്? നല്ല ആയവ് ഉണ്ടാകുന്നു. Then എന്താ? ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതം മെച്ചപ്പെടുന്നു. ബെറ്റർ സോഷ്യൽ ലൈഫ്, അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ ലൈഫും ഇംപ്രൂവ് ആവുന്നു. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് കാർഡിയോ റെസ്പിറേറ്ററി എൻഡറൻസ്? ഹൃദയശ്വാസനക്ഷമത കൈവരിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ബെനിഫിറ്റ്സ് ഓഫ് കാർഡിയോ റെസ്പിറേറ്ററി എൻഡറൻസ് എന്തൊക്കെയാണ്? എൻഗേജിങ് ഇൻ ഗെയിംസ് ഫോർ എ ലോങ് ടൈം, the muscles get enough oxygen to function, cardiorespiratory fitness increases. എന്താണ്? നമ്മൾ ഗെയിംസിലൊക്കെ കുറെ നേരം ഇൻവോൾവ് ചെയ്താൽ നമ്മുടെ മസിൽസിനൊക്കെ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടും. അപ്പൊ അങ്ങനെ എന്താണ്? കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ് ഇൻക്രീസ് ആവും. ദീർഘനേരം കളികളിൽ പങ്കെടുക്കാൻ കഴിയുന്നു. പേശികളുടെ പ്രവർത്തന ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നു. കാര്യക്ഷമമായ കളികളിൽ ഏർപ്പെടുന്നതിന് കഴിയുന്നു. ഹൃദയ ശ്വസനക്ഷമത വർദ്ധിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ന്യൂട്രിയൻ ഹെൽപ്ഫുൾ ഫോർ ബോഡി ബിൽഡിംഗ്? ശരീര പോഷണത്തിന് സഹായിക്കുന്ന പോഷക ഘടകം ഏതാണ്? പ്രോട്ടീൻ, മാംസ്യമാണ്. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് എ ഗുഡ് പോസ്ചർ? മികച്ച ശരീര സംസ്ഥിതി കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് ബോഡി ഷേപ്പ്, composition, keep your neck and spine healthy for life, breathe more easily, good digestion, reduce stress on bones and joints. ഇനി മലയാളം മീഡിയം നോക്കാം. ശരീരത്തിന്റെ ആകാര ഭംഗി മെച്ചപ്പെടുത്തുന്നു. ചലനങ്ങൾ മനോഹരവും കാര്യക്ഷമവുമാക്കുന്നു. നാഡീപേശി വ്യവസ്ഥകളുടെ ഏകോപനം മികച്ചതാക്കുന്നു. ശ്വസനം, രക്തചക്രമണം, ദഹനം, നട്ടെല്ലിന്റെ ആരോഗ്യം തുടങ്ങിയവ മെച്ചപ്പെടുത്തതാകുന്നു. ശരീര സന്തുലനം, ആത്മവിശ്വാസം, ഏകാഗ്രത, ഊർജ സന്തുലനം തുടങ്ങിയവ കൈവരിക്കാൻ സാധിക്കുന്നു. ഇനി ലാസ്റ്റ് അഞ്ചാമത്തെ ചോദ്യം, ഇഞ്ചുറി ടു ദ ലിഗ്മെന്റ് ഇസ് കോൾഡ്? ലിഗമെന്റിന് സംഭവിക്കുന്ന പരിക്കിനെ പറയുന്ന പേരാണ് എന്ത്? സ്പ്രെയിൻ. ഇംഗ്ലീഷിലും മലയാളത്തിലും സ്പ്രെയിൻ എന്ന് തന്നെയാണ് പറയുക. ഇനി നമുക്ക് വർക്ക് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ആർ ദ ടൂൾസ് യൂസ്ഡ് ടു പ്രിപ്പയർ ഡിജിറ്റൽ കോണ്ടന്റ്? ഡിജിറ്റൽ ഉള്ളടക്കം തയ്യാറാക്കാൻ ആവശ്യമായ ടൂളുകൾ ഏതൊക്കെയാണ്? നമുക്ക് കൈൻ മാസ്റ്റർ ഉപയോഗിക്കാം, ലിബ്രെ ഓഫീസ് റൈറ്റർ, ഇൻഷോട്ട്, ക്യാൻവ, ഓഡാസിറ്റി, ബ്ലെൻഡർ, അങ്ങനെ ഒരുപാട് ആപ്സ് ഉണ്ട്.
അപ്പൊ അതിലേതെങ്കിലും എഴുതിയാൽ മതി. ഇനി പ്രിപ്പയർ എ ബ്രോഷർ ഫോർ യുവർ സ്കൂൾ ആനുവൽ ഡേ സെലിബ്രേഷൻ. എന്താണ്? സ്കൂളിലെ വാർഷിക ദിവസത്തിന് ആവശ്യമായ ഒരു ബ്രോഷർ തയ്യാറാക്കുക. അതൊരു ക്വസ്റ്റൻ ആണ്. അത് കൂട്ടുകാർക്ക് അതൊക്കെ ചെയ്യാൻ അറിയാന്നറിയാം. ഇനി മൂന്നാമത്തെ ചോദ്യം, ഡാഷ് is a method of cultivation to get more yield in less space. എന്താണ്? കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കൃഷി ചെയ്യുന്നതിനുള്ള ഒരു രീതിയാണ് എന്ത്? വെർട്ടിക്കൽ ഫാമിംഗ്, അതായത് ലംബക കൃഷി. ഇനി നെക്സ്റ്റ് നാലാമത്തെ ചോദ്യം, റൈറ്റ് എ മെത്തേഡ് ഓഫ് പ്രിസർവിംഗ് ഫ്രൂട്ട്. പഴങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള ഒരു രീതി എഴുതുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഡ്രൈ ചെയ്യാൻ പറ്റും. സ്റ്റോർ ദം ഡ്രൈഡ്, അതായത് അവയെ ഉണക്കി സൂക്ഷിക്കുക. ഓക്കെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് ഫാമിംഗ് വിച്ച് വി പ്ലാന്റ് സ്പിനാച്ച് ആൻഡ് ബനാന ടുഗെദർ. നമ്മൾ സ്പിനാച്ചും ബനാനയും ടുഗെദർ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് എന്താണ് പറയുക? Write any two advantages of these method. ഇതിന്റെ ഏതെങ്കിലും രണ്ട് ഗുണങ്ങൾ എഴുതാം. അതായത് മലയാളം മീഡിയം നോക്കാം. വാഴ, ചീര തുടങ്ങിയവ ഒരുമിച്ച് കൃഷി ചെയ്യുന്ന രീതിയെ പറയുന്ന പേരെന്ത്? ഈ രീതിയുടെ ഏതെങ്കിലും രണ്ട് ഗുണങ്ങൾ എഴുതുക. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് അഥവാ മിശ്ര കൃഷി. ഇനി ഇതിന്റെ ഉപയോഗം എന്താ? ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ? വെറൈറ്റീസ് ഓഫ് ക്രോപ്സ് ക്യാൻ ബി ഹാർവസ്റ്റ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പലതരം വിളകൾ ലഭിക്കുന്നു. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഹൈ, അതായത് ഉൽപാദനം വർദ്ധിക്കാൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.